ഇതിലേറ്റവും ശ്രദ്ധേയമായ സംഗതി വെൽഫെയർ പാർട്ടി 2011 രൂപീകരിച്ചത്. പക്ഷേ ഈ ഒരു 13 വർഷം കേരളത്തിലെ വെൽഫെയർ പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ അതിലേറ്റവും വലിയൊരു പ്രത്യേകത ഭൂപരിഷ്കരണത്തോടുകൂടി കേരളത്തിലെ ഭൂമി പ്രശ്നം അവസാനിച്ചു. അങ്ങനെ ഒരു ഭൂപ്രശ്നത്തെ ഫ്ലാറ്റായിട്ടും പാർപ്പിട പ്രശ്നമായിട്ടും ചുരുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഭൂപരിഷ്കരണം ഈ സമയത്ത് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഈ ഭൂപരിഷ്കരണം നമ്മുടെ ഈ ലാൻഡ് സമ്മിറ്റ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രസക്തമാകുന്ന ആ ഒരു പോയിന്റിലാണ്. കാരണം ഈ ഭൂപരിഷ്കരണം കൊട്ടിഘോഷിക്കപ്പെട്ടൊരു സാധനമാണ്. പക്ഷെ എന്തായിരുന്നു ഭൂപരിഷ്കരണത്തിൽ സംഭവിച്ചത്? ഭൂപരിഷ്കരണത്തിൽ സംഭവിച്ചത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതി വ്യവസ്ഥയിൽ ഭൂവുടമാവകാശം നിഷേധിക്കപ്പെട്ട മണ്ണിൽ പണിയെടുക്കുന്നവന് ഭൂമി കൊടുക്കാതിരിക്കുന്നതിലാണ് ഭൂപരിഷ്കരണം ശ്രദ്ധിച്ചത്. ഭൂമി കൊടുത്തതായിരിക്കാണ് നേരത്തെ പാട്ടത്തിന് ഭൂമി എടുത്ത് കൃഷി ചെയ്യുന്ന കുടിയാൻ യഥാർത്ഥത്തിൽ പണിയെടുക്കുന്ന ആളല്ല, കർഷകനല്ല, ശരിക്ക് പണിയെടുപ്പിക്കുന്ന കർഷകനാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അതായത് ഭൂമിയിൽ പണിയെടുക്കുന്നവർക്ക് ഭൂമി എന്നിടത്ത് നിന്ന് പാട്ടത്തിനെടുത്തവന് ഭൂമി എന്നതാണ് ഭൂപരിഷ്കരണത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു ജാതി നിയമം മൂലം ഭൂമി നിഷേധിക്കപ്പെട്ടവൻ്റെ ഭൂമി പ്രശ്നം പരിഹരിക്കുക എന്ന ഒരു ജനാധിപത്യ ഗവൺമെൻറ് നിർവഹിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഇവിടെ ഗവൺമെൻറ്റുകൾ നിർവഹിച്ചിട്ടില്ല. ഇത് നമ്മൾ ശരിക്ക് എത്തിക്കൊണ്ടുവരേണ്ട കാര്യമാണ്. രണ്ടാമത് ഇതിലൊരു ഏറ്റവും വലിയൊരു പ്രശ്നം, നേരത്തെ മൂന്നാറിൽ പോയപ്പോൾ ഒരു പാർട്ടിക്കാർ തടഞ്ഞു എന്നല്ലേ, ഭൂപരിഷ്കരണം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ വൻകിടകളുടെ കൈവശം വെച്ച തോട്ടഭൂമികൾ തൊടാതിരിക്കാൻ ഒരു നിയമം അതിൻ്റെ അകത്തുണ്ട്. അതായത് തോട്ടഭൂമികൾക്ക് പരിധിയില്ല, എത്രയും കയ്യിൽ വെക്കാം. അതോടുകൂടി തോട്ടഭൂമികളൊക്കെ വൻകിടകളുടെ കയ്യിലാണ്. മിച്ചഭൂമി ഭൂപരിഷ്കരണം അതിൽ തൊട്ടില്ല. അതും കഴിഞ്ഞിട്ടാണ് ഭൂപരിഷ്കരണം നടക്കുന്നത്. അതിനെ മറികടന്നിട്ടുണ്ട്. ഭൂമി കൂടുതലുള്ളവർ മക്കളുടെയും മറ്റൊക്കെ ബന്ധുക്കളുടെയൊക്കെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ സൗകര്യങ്ങളൊക്കെ അവർ ഉപയോഗിച്ചു. അതും കഴിഞ്ഞിട്ട് കുറച്ച് മിച്ചമുള്ള ഭൂമിയാണ് സർക്കാരിൻ്റെ അടുത്ത് കിട്ടിയത്. അത് മാത്രമാണ് വിതരണം ചെയ്തത്. എന്നിട്ടാണ് പറയുന്നത് ഈ ഭൂപ്രശ്നം അവസാനിച്ചിരിക്കും. അതായത് യഥാർത്ഥത്തിൽ ജന്മികളെ സംരക്ഷിച്ചുകൊണ്ടും ഭൂമി ചരിത്രപരമായി നിഷേധിക്കപ്പെട്ടവന് കൊടുക്കാതെയും അങ്ങനെയുള്ളൊരു ഭൂപരിഷ്കരണമാണ് നടത്തിയത്.